മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് അയ്യുൽ അമലു അഹബ്ബു ഇലല്ലാഹ്. ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും തൃപ്തികരമായ അമൽ ഏതാണ് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ. ഈ കാണുന്ന പള്ളിയിൽ നിന്ന്, മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാത്ത് ഹയ്യ അലൽ ഫലാഹ്, ബാങ്കിന്റെ ധ്വനി നമ്മുടെ ചവിട്ടിലേക്ക് കേൾക്കുന്ന പരിസര നിവാസികൾ ആദ്യമായി നടക്കുന്ന ഒന്നാമത്തെ ജമാഅത്തിന് വന്ന് അവ്വല് വഖ്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായ ഒന്നാമത്തെ അമൽ. വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ അയ്യുൻ, പിന്നെ ഏതാ നബിയെ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ബിറുൽ വാലിദൈൻ. രണ്ടാമത് പറഞ്ഞത് അല്ലാഹുവിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോ ഇവിടെയും ഖുർആനിൽ നമ്മൾ പറഞ്ഞു, ഹദീസിലും പറയുന്നത് ബിറുൽ വാലിദൈനി, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെ ചോദിച്ചു സുമ്മയ്യുൻ, അവിടെന്ന് പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഇന്നലെയാണ് ബദരീങ്ങൾ ആണ്ട് കഴിഞ്ഞത്. ആരാണ് ബദരീങ്ങൾ? ഇസ്ലാമിന്റെ ഇസ്സത്ത് ലോകത്തിന് നമുക്ക് സമ്മാനിച്ച ചരിത്രങ്ങൾ കേട്ടവരും പഠിച്ചവരുമാണ്. എന്നാലും ഇന്ന് ഇങ്ങനെ അബറാറിന്റെ പേരിലാവട്ടെ, ഏതിന്റെ പേരിലാവട്ടെ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഏറ്റവും വലിയ ഇസ്ലാമിക ഇസ്സത്ത് തന്ന് നമുക്ക് വേണ്ടി ശരീരം കൊടുത്തവർ, സമ്പത്ത് കൊടുത്തവർ അസ്ഹാബുൽ ബദരീൻ. അല്ലാഹുവേ, അവരെ കാവലും പൊരുത്തവും ഈ സദസ്സിലും ഞങ്ങളെ മഹല്ലത്തിലും നൽകണേ അല്ലാഹ്. ആ ബദരീങ്ങൾ യുദ്ധം ചെയ്ത ബദർ, ഉഹുദീങ്ങൾ യുദ്ധം ചെയ്ത ഉഹുദ്, ഖന്ദഖ്, തബൂക്ക്, ഹുനൈൻ, ഇതൊക്കെ യുദ്ധത്തിന്റെ രംഗങ്ങളാണ്. ഈ യുദ്ധത്തിൽ പോയി ഷഹീദാകുന്നത് മൂന്നാമത്തെ സ്ഥാനമാണ്. രണ്ടാമത്തെ സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.